അന്നത്തെ സംഭവത്തോടെ എന്റെ അച്ഛൻ ഒരു പെണ്ണുപിടിയനായി മാറി. സ്വന്തം മകളെ പ്രായമുള്ള പെൺകുട്ടിയെ പിച്ചി ചീന്തിയ ക്രൂരനായിട്ടാണ് എല്ലാവരും എന്റെ അച്ഛനെ കണ്ടത്. ഞങ്ങളെ കുടുംബത്തെ വരെ പുഴുത്ത പട്ടികളെ നോക്കുന്നത് പോലെയാണ് ജനം നോക്കിയത്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ അധ്യാപകൻ വിദ്യാർത്ഥിനെ പീഡിപ്പിച്ചു എന്ന വാർത്തയോട് കൂടി എന്റെ അച്ഛന്റെ ഫോട്ടോ അച്ചടിച്ചു വന്നു. ഞങ്ങൾ കുടുംബത്തോടെ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി. എന്റെ അച്ഛൻ ജയിലിലുമായി. കുറെ നാളത്തെ നിയമ പോരാട്ടത്തിന് ശേഷം എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് കോടതി വിധിച്ചു. അച്ഛൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയെങ്കിലും നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ അച്ഛനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. നാണക്കേടും അപമാനവും താങ്ങാൻ കഴിയാതെ എന്റെ അച്ഛന്റെ മാനസിക നില തന്നെ തകർന്നു. ആരോടും ഒന്നും സംസാരിക്കാതെ ഡിപ്രഷനിലേക്ക് പോയി. ആത്മഹത്യ ടെൻഡൻസി വരെ അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നിങ്ങളുടെ അച്ഛനായ പ്രിയദർശൻ കുറച്ച് ഗുണ്ടകളെ കൂട്ടി വീട്ടിലേക്ക് വന്നു. കാന്തിയുടെ മനസ്സ് പഴയ ഓർമ്മകളെ തേടിപ്പോയി. കണ്ടാൽ പേടി തോന്നിക്കുന്ന 4-5 ഗുണ്ടകളെ കൂട്ടി പ്രിയദർശൻ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ഇടിച്ചു കയറി ചെന്നു. എല്ലാവരും ആ സമയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 പേർ ഗോപാലകൃഷ്ണന്റെ നേരെ പാഞ്ഞെടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ബലമായി പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരു കൈകളും പുറകിലേക്ക് പിടിച്ച് ബലമായി കയറാൽ ബന്ധിച്ചു. ഇത് കണ്ട് പേടിച്ച് തടയാനായി പാഞ്ഞെടുത്ത ആകാശിനെ മറ്റു 2 പേർ തോക്കു ചൂണ്ടി ഭയപ്പെടുത്തി നിർത്തി. കാന്തിയും ഇളയ അനുജത്തിയായ അഭിരാമയും പേടിയോടെ കരഞ്ഞു. ഇരുവരുടെ കരച്ചിൽ ആസ്വദിച്ചുകൊണ്ട് പ്രിയദർശൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ശോഭയും മുത്തശ്ശിയും എല്ലാം പേടിച്ചു നിൽപ്പാണ്. എടാ, നീ എന്റെ വേളിമുളെ പിച്ചി ചീന്തി അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ കവളിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. എന്നാൽ തെളിവിന്റെ അഭാവത്തിൽ നിയമത്തിന്റെ മുന്നിൽ നിന്നും നീ രക്ഷപ്പെട്ടു അല്ലടാ. പക്ഷേ ഈ പാമ്പുങ്കൽ പ്രിയദർശന്റെ കയ്യിൽ നിന്ന് നിനക്കോ നിന്റെ കുടുംബത്തിനോ ഒരു രക്ഷയുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഗോപാലകൃഷ്ണന്റെ കഴുത്തിൽ ഇറക്കി പിടിച്ചു. ശ്വാസം കിട്ടാതെ ഗോപാലകൃഷ്ണൻ ചങ്ക് പിടഞ്ഞു. കണ്ണു പുറത്തേക്ക് തള്ളി. അയ്യോ, ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ ശോഭയും അമ്മയും പ്രിയദർശന്റെ കാല് പിടിച്ച് കരഞ്ഞു. ഈ ലോകയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ കുടുംബത്തോടെ കരയാൻ ഇരിക്കുന്നതേയുള്ളൂ. ഒരിക്കലും സമാധാനപരമായ ഒരു ജീവിതം നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഉണ്ടാവില്ല. എന്റെ വേണിമോളോട് ചെയ്തതിനൊക്കെ ഈ ജന്മം എണ്ണി എണ്ണി നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പ്രിയൻ ഗോപാലകൃഷ്ണന്റെ കഴുത്തിൽ പിടിവിട്ടത്. പെട്ടെന്ന് ജീവശ്വാസം കിട്ടിയതും ഗോപാലകൃഷ്ണൻ ചുമച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു. പിന്നെ കുടുംബത്തിന്റെ മുൻപിൽ വെച്ച് ഗോപാലകൃഷ്ണനെ ആഞ്ഞടിക്കുകയും ചെയ്തു. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായി വർഷങ്ങളായി നിങ്ങളുടെ അച്ഛൻ വേട്ടയാടുകയായിരുന്നു. ഈ കല്യാണം പോലും ഏറ്റവും വലിയ ചതിയല്ലേ? തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ എന്തിനാണ് ചതിച്ചത്? ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ അനുജത്തിയുടെ സ്വഭാവം മനസ്സിലായില്ലേ? ഇനി പറ, എന്ത് പരിഹാരമാണ് നിങ്ങൾ ചെയ്യുക? കാന്തി ഉറച്ച സ്വരത്തോടെ മഹാദേവനോട് ചോദിച്ചു. പറ, ഞങ്ങൾക്ക് പറ്റിയ നഷ്ടങ്ങൾക്ക് ആര് സമാധാനം പറയുമെന്ന് പറഞ്ഞുകൊണ്ട് കാന്തി അലറി. കാന്തിയുടെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും പറയാൻ കഴിയാതെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്ന മഹാദേവൻ അപ്പോഴവിടെ. എന്താടോ ഒന്നും പറയാത്തെ? നിങ്ങൾക്കിപ്പോൾ നാവില്ലാതെയായോ? ഞങ്ങളുടെ കുടുംബം അനുഭവിച്ച വേദനകൾക്ക് എന്ത് പരിഹാരമാണുള്ളത്? നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിന് ഇനി എന്ത് പരിഹാരമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാന്തി മഹാദേവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് ആഞ്ഞു വലിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ഡോറിൽ ഒരു മുട്ട് കേട്ടത്. കോളറിൽ നിന്നും അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കിയ ശേഷം പോയി തുറന്നു. വളരെയേറെ മദ്യപിച്ച് ചുവന്ന കണ്ണുകളോടെ മഹാദേവനെ നോക്കി നിൽക്കുന്ന പ്രിയദർശനായിരുന്നു അത്. എന്താ, ഉറങ്ങാറായില്ലേ? അവൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. എന്താടാ മോനെ, നിന്റെ ശബ്ദത്തിന് ഒരു കനം? പ്രിയദർശൻ മുറിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്താ ഈ പാതിരാത്രി ഉറക്കില്ലേ? പോയി കിടന്നുറങ്ങ്, സംസാരമൊക്കെ നാളെ ആവാം. ഇവൾ പഴയ കാര്യങ്ങളൊക്കെ നിന്നോട് ഛർദിച്ചു കാണും അല്ലെ? ഇപ്പോ നിന്റെ മനസ്സിൽ അച്ഛന് ദുഷ്ടനായോടോ മോനെ? പ്രിയദർശൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതേപറ്റിയൊക്കെ നാളെ സംസാരിക്കാം അച്ഛാ. ഇപ്പോ അച്ഛൻ പോയി കിടക്ക്. പ്രിയനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാന്തി. അപ്പോഴാണ് അവിടെ ഇന്ന് കിടന്ന അച്ഛന് ഉറക്കം വരില്ല മോനെ എന്നും പറഞ്ഞിട്ട് അയാൾ കാന്തിയുടെ മുഖത്തേക്ക് നോക്കി. എടി മരുമോളെ, നിന്റെ അച്ഛനുണ്ടല്ലോ, ആ കോളേജ് പ്രൊഫസർ, അയാള് ആളത്ര പുണ്യാളനൊന്നുമല്ല. നിനക്കറിയാത്ത പല കഥകളുമുണ്ട്. എന്റെ അച്ഛനെ എനിക്കറിയാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ അച്ഛനെ അവിശ്വസിക്കില്ല. നിങ്ങളുടെ സ്വന്തം മകൾക്ക് നല്ല ചികിത്സ കൊടുക്കാൻ നോക്ക്. ദേഷ്യം കൊണ്ട് വിറച്ചു കാന്തി. ശരിയാണ്, വേണിക്ക് ചികിത്സ കൊടുക്കണം. പക്ഷെ അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു എന്ന് കാന്തിയെ നോക്കി പറഞ്ഞതിന് ശേഷം അയാൾ മഹാദേവനോടായി പറഞ്ഞു. ഇവള് പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് നീ എന്താ ചോദിക്കാത്ത മോനെ? നിനക്ക് സത്യം അറിയണ്ടേ? അച്ഛൻ പോയി കിടന്നേ, കാര്യങ്ങളൊക്കെ നാളെ പറയാം. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല മോനെ. ഇത്ര വർഷം ഞാൻ മൂടി വെച്ച സത്യം. എന്ത് സത്യം? ഞാൻ പറഞ്ഞതാണ് സത്യം.
എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ നശിപ്പിച്ചു, അതും ചെയ്യാത്ത കുറ്റത്തിന്. കാന്തി വിറച്ചുകൊണ്ട് പറഞ്ഞു. എടി, എൻ്റെ മകൾ വേണി, അവള് ഒരു ലെസ്ബിയൻ ആണെന്നുള്ള കാര്യം ഞാൻ വർഷങ്ങൾക്ക് മുൻപ് മനസ്സിലാക്കിയതാണ്. നിന്റെ വീട്ടിൽ വെച്ച് എൻ്റെ മകൾക്ക് ഒരു പീഡനവും ഉണ്ടായിട്ടില്ലെന്ന കാര്യവും പകൽ പോലെ സത്യവുമാണ്. അന്ന് രാത്രി നിന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്. മരുമോളെ, ഞാനും എൻ്റെ മകളും കൂടി നടത്തിയൊരു നാടകം. അന്ന് പോലീസിനെ വിളിച്ചു പറ്റിയത്, 2 ആംബുലൻസ് വിളിച്ചു പറ്റിയതുമെല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇരു കൈയും കൊട്ടിക്കൊണ്ട് ഗോപാലകൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. അച്ഛാ, ഇപ്പോ ഇത്രയും നാൾ അച്ഛൻ ഞങ്ങളെ നുണ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നോ? മഹാദേവൻ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു. ഓഹോ, അപ്പോ എല്ലാം നാടകമായിരുന്നു അല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനെ എന്തിനാ നിങ്ങൾ ഇത്രമാത്രം ക്രോശിച്ചത്? അവൾ ഗൗരവത്തോടെ ചോദിച്ചു. അതിന് നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ എന്റെ മകൾ വേണിയോട് അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഒരിക്കൽ എന്റെ ജീവനായ എന്റെ വേണിയുടെ ജീവിതം അയാൾ നശിപ്പിച്ചു. പ്രിയദർശന്റെ വാക്കുകളൊന്നും മനസ്സിലാവാതെ കാന്തി മഹാദേവനെ നോക്കി. എടി മരുമോളെ, നീ അവനെ നോക്കണ്ട. കുടിച്ചിട്ട് ബോധമില്ലാതെ പറയുന്നൊന്നുമല്ല. എന്റെ മകൾ വേണിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ വീട്ടിൽ 3ാമത്തെ നിലയിൽ ഒരു ഓർമ്മയില്ലാതെ ഒരു മനുഷ്യന്റെ ജീവൻ ഹോമിക്കുന്നുണ്ട്. എന്റെ വേണി, എന്റെ പ്രിയപ്പെട്ടവൾ. അവളുടെ ജീവിതം ഇങ്ങനെയാകാൻ ഒരേയൊരു കാരണക്കാരനേയുള്ളൂ, നിന്റെ അച്ഛൻ ഗോപാലകൃഷ്ണൻ. പ്രിയദർശൻ കഥ പറയാൻ തുടങ്ങി. നിങ്ങളൊക്കെ മുമ്പിൽ വെച്ച് ഈ പാമ്പകൽ പ്രിയദർശൻ ക്രൂരനാണ് അല്ലേ? ഞാൻ ഇങ്ങനെയായതാണ്, എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയതാണ്. പണ്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. പ്രിയദർശന്റെ മനസ്സ് പഴയ ഓർമ്മകളെ തേടിപ്പോയി. സ്കൂൾ വിട്ടുവന്ന് സദാസമയം അമ്മയുടെ പുറകെ നടന്നിരുന്ന ആ 15 വയസ്സുകാരൻ പയ്യനായിരുന്നു പ്രിയദർശൻ. കർക്കശക്കാരനായ കൃഷ്ണൻ മുതലാളിയുടെ ആൺമക്കളിൽ ഇളയ മകൻ. പണ്ടു മുതൽ അച്ഛനെ ഭയമായതുകൊണ്ട് വീട്ടിലുള്ള സമയത്തൊക്കെ പ്രിയൻ അവന്റെ അമ്മയുടെ കൂടെയായിരുന്നു. ഒരു അമ്മമോനായിരുന്നു പ്രിയൻ. മുതിർന്ന 2 ചേട്ടന്മാർ അവനുണ്ടെങ്കിലും അവരൊന്നും പ്രിയനെ കളിക്കാൻ കൂട്ടിയിരുന്നില്ല. പിന്നെയുള്ളത് ഇളയ അനുജത്തിയായിരുന്നു. അവൾക്കാണെങ്കിൽ 3 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ പ്രിയൻ എപ്പോഴും അമ്മയുടെ പുറകെ തന്നെയായിരുന്നു. കുഞ്ഞനുജത്തിയെ ഒക്കത്തെടുത്ത് എപ്പോഴും അമ്മയുടെ പുറകെ നടക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൃഷ്ണൻ മുതലാളിയുടെ അകന്ന ഒരു ബന്ധത്തിലെ ആരോ മരിച്ചു. അച്ഛനും അമ്മയും കൂടി അങ്ങോട്ട് പോയി. ഒരു ദിവസം കഴിഞ്ഞാണ് അവർ തിരിച്ചു വന്നത്. അവർ തിരിച്ചു വരുമ്പോൾ അമ്മയുടെ കൈയും പിടിച്ച് കാല് നിറയെ മണികളുള്ള പാദസരവും അണിഞ്ഞ് ഒരു പട്ടുപാവാടക്കാരി തറവാട്ടിലേക്ക് കയറി വന്നു. ഏകദേശം 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന വെളുത്ത ഒരു ചെറിയ പെൺകുട്ടി. അവളുടെ കണ്ണുകളിൽ സദാസമയം ദൈന്യതയായിരുന്നു. എന്നാൽ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയുണ്ട്. തറവാട്ടിലേക്ക് കയറി വന്നതും മറ്റുള്ളവരെ കണ്ട് അവൾ ഭയത്തോടെ അമ്മയുടെ സാരിയുടെ പുറകിൽ ഒളിച്ചു. അച്ഛന്റെ വലിയച്ഛനും മകളുടെ കുട്ടിയാണത്രേ. കടം കയറി മുടിഞ്ഞ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു അത്രേ. സ്വത്തും മുതലും ഒന്നുമില്ലാത്തത് കൊണ്ട് മറ്റു ബന്ധുക്കളാരും കുട്ടിയെ ഏറ്റെടുത്തില്ല. കണ്ടപ്പോൾ പാവം തോന്നി. ഏതായാലും ഒരു പെൺകുഞ്ഞല്ലേ, അതിനെ ഈ തറവാട്ടിൽ കൊണ്ടുവന്ന് നോക്കിയാൽ ആ പുണ്യമെങ്കിലും കിട്ടും. അങ്ങനെയൊക്കെ അമ്മ വേലക്കാരി ചേച്ചിയോട് പറയുന്ന കേട്ടു. പിന്നെ കുറച്ചുകൂടി വലുതായാൽ അടുക്കളയിൽ ഒരു സഹായമാകുമല്ലോ എന്നൊക്കെ ജോലിക്കാരി ചേച്ചിയും അമ്മയും കൂടി പറയുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ കണ്ടപ്പോൾ തന്നെ ആ കുട്ടി ഇഷ്ടപ്പെട്ടു. അവളുടെ വിടർന്ന കണ്ണുകൾ എന്റെ മനസ്സിൽ മായാതെ നിന്നു. തറവാട്ടിൽ വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞെങ്കിലും ആ കുട്ടി ഞങ്ങളോട് ആരോടും അടുത്തില്ല. എപ്പോഴും എന്റെ അമ്മയുടെ പുറകിൽ നടക്കും. എന്തെങ്കിലും ചോദിച്ചാൽ കരയും. എന്റെ വലിയേട്ടന്മാർ ഒന്നും ആ കുട്ടിയോട് മിണ്ടുക പോലും ചെയ്തിരുന്നില്ല. ഏതൊരു അഭയാർത്ഥിക്കുട്ടിയായിട്ടാണ് എന്റെ മൂത്ത 2 ചേട്ടന്മാരും അവളെ കണ്ടത്. എന്നാൽ എന്റെ ഇളയ അനുജത്തിയായ മായയുമായി ആ പെൺകുട്ടി വേഗം തന്നെ അടുത്തു. ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിച്ച് കൈ കഴുകാനായി പോകുമ്പോൾ എതിരെ വന്ന ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒന്ന് തട്ടി. എന്നെ തട്ടിയതും ആ കുട്ടി പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. എന്തിനിയാൾ പേടിക്കണേ? എന്ത് ഇയാളുടെ പേര്? കൃഷ്ണവേണി. അല്പം ഭയത്തോടെ ആ കൊച്ചു സുന്ദരി താഴേക്ക് നോക്കി കുഞ്ചിക്കൊണ്ട് പറഞ്ഞു. ആഹാ, നല്ല പേരാണല്ലോ. ഇത്രയും നല്ല പേരുള്ള കുട്ടി എന്താ ഒന്നും മിണ്ടാതെ? എന്താ ഞങ്ങളോടൊന്നും കൂട്ടുകൂടാത്തത് എന്നൊക്കെ ഞാൻ അവളോട് ചോദിച്ചു. എന്തോ എന്റെ സംസാരം ഇഷ്ടപ്പെട്ടതുകൊണ്ടാവാം. അവൾ മുഖമുയർത്തി എന്റെ മുഖത്തേക്ക് നോക്കി പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. 5 വയസ്സുകാരുടെ ആ നിഷ്കളങ്കമായ മുഖം അന്ന് എന്റെ മനസ്സിൽ കയറി കൂടിയതാണ്. സത്യത്തിൽ എനിക്ക് അവളോട് ആരാധനയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. മായയും ഞാനും വേണിയും നല്ല കൂട്ടുകാരി. ഞങ്ങളെ ഒരേ സ്കൂളിൽ തന്നെയാണ് ചേർത്തിയത്. അവൾ വലുതാകും തോറും അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ തന്നെയാണ്. അവൾക്കും എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ വലുതാകും തോറും എന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹം എപ്പോഴോ പ്രണയമായി മാറി. 15 വയസ്സുകാരൻ 25 വയസ്സുകാരനായപ്പോൾ ആ 15 വയസ്സുകാരോട് കലശലായ പ്രണയമുണ്ടായി. എല്ലാ ദിവസവും എനിക്കവൾ പുതുമയുള്ളതുപോലെ തോന്നി. മനസ്സിനുള്ളിൽ അളവറ്റ സ്നേഹം
അവളോടുണ്ടായിരുന്നെങ്കിലും ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ഞാൻ അവളെ കളങ്കപ്പെടുത്തിയിരുന്നില്ല.